നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. സത്യം പറയട്ടെ, ഇപ്പൊ ഒരു വീഡിയോസ് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് പോലും വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം സത്യം പറഞ്ഞ മൂഡില്ല. ഇത് എന്തിപ്പോ ചെയ്തോണ്ടിരിക്കും വീഡിയോ? സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കും. മനുഷ്യൻ കുരു പൊട്ടിയിട്ട് വയ്യ. ട്രാൻസ്ഫർ വലിയൊരു മണ്ണാങ്കട്ടയും നടക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ട, എന്റെ ടാക്ടിക്സ് എന്തെങ്കിലും സംസാരിക്കണ്ട, അതുമില്ല. വെറുതെ മനുഷ്യന് കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്ത. അപ്പോഴാണ് ശരി, ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയാണ്. ഡെസർബി വേണോ, ആമോറിൻ വേണോ, ഡെസർബി വേണോ, ആംറോൺ വേണോ? ഭയങ്കര ചർച്ചയാണ്. ചെൽസി ബോർഡ് തീരുമാനിച്ചിട്ടില്ല ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എടുക്കണം എന്നുള്ളത്. പക്ഷെ മാധ്യമങ്ങളൊക്കെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ ചെൽസിക്കാരിൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പോസ്റ്റ് മാച്ച് ഡിസ്കഷനിൽ ഞങ്ങൾ സാക്ക് ചെയ്തു പോച്ചറ്റിനോനെ. ഇനി ക്ലബ്ബ് എപ്പോൾ സാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വേണം നോക്കിയിരിക്കാൻ. നൗ ആമോറിൻ ആൻഡ് ഡെസർബിനെ കുറിച്ച് രണ്ടുപേരും കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ തോട്ട് പ്രോസസ് ഞാൻ പറയാം. കാരണം നമ്മൾ കുറെ കോച്ചുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് മരിച്ചു സാരി പോയതിനു ശേഷമാണ് ഫ്രാങ്ക് ലാംപാർഡ് വന്നത്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഫ്രാങ്ക് ലാംപാർഡ് ഫസ്റ്റ് സീസണിൽ ടോപ്പ് 4 എത്തിച്ചിട്ടുണ്ട്. യെസ്, കം ഓൺ. പിന്നീട് ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സാക്കാക്കപ്പെട്ടു. ജനുവരി 26-ാം തീയതിയാണ് സാക്കാക്കപ്പെട്ടത്. ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് തോമസ് ടൂക്കിൽ വന്നത്. തോമസ് ടൂക്കിൽ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ ആലോചിച്ചു. തോമസ് ടൂക്കിൽ മറ്റേ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ച് നമ്മൾ യെസ് അടുത്ത സീസൺ നമ്മൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് മറ്റേ സാങ്ഷനും മറ്റേ ടേക്ക് ഓവറും അവസാനം തോമസ് ടൂക്കിൽ സാക്കായി. നമ്മൾ ദുഃഖിച്ചിങ്ങനെ ഇരുന്നു. തോമസ് ടൂക്കലിന്റെ ആ കാലഘട്ടം, അവസാനം കാലഘട്ടം വരുമ്പോഴത്തേക്കും ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആയി വരുന്നോണ്ടിരിക്കുന്നു ഗെയിംസ്. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അത് മാറ്റുന്നില്ല എന്ന് കുറെ വിമർശനങ്ങൾ വന്നു. സാക്ക് ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമം ഉണ്ടായി. പോട്ടർ നമ്മൾ പറഞ്ഞു പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബ്രൈറ്റൺ പൊക്കിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് പോട്ടർ. ഇത് നിങ്ങളെ പൊക്കി വേറെ എവിടെയോ കൊണ്ടുപോകുന്നു പറഞ്ഞു. അവസാനം പോട്ടറിന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് ശോകമുഖമായി നിൽക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫ്രാങ്ക് ലാംപാർഡ് വന്നു. പിന്നെ നമ്മൾ ശോകമുഖമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പോച്ചറ്റിനോ പറഞ്ഞപ്പോ തന്നെ നമുക്കൊരു ചെറിയ വിഷമം. പിന്നെ നമ്മളൊന്ന് കേട്ട് കുഴപ്പമില്ല, പുള്ളിക്കാരനൊക്കെ സെറ്റപ്പ് ആക്കും. മറ്റേ സാധനം പ്രീ സീസണിൽ പുള്ളിക്കാരൻ കളിക്കാനപ്പോ ഞാൻ പറഞ്ഞു മതി, ഇത് മതി, സിറ്റീനെ ചേസ് ചെയ്യാൻ ഇത് മതി തീരുമാനിച്ചു. സീസണൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ അതിനൊരു തീരുമാനമായി. ഇതുപോലെ തന്നെ ആവാം റൂബൻ അമോറിൻ, ഇതുപോലെ തന്നെ ആവാം ഡെസർബി. എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തൊന്നും അല്ല ശരിക്കും പറഞ്ഞ എറിക് ടെൻ ഹാഗ് ആണ്. എറിക് ടെൻ ഹാഗ് സർപ്രൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അയാക്സ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ മാനേജ് ചെയ്ത് പരിചയമുള്ള ഒരു മാനേജർ മാത്രമല്ല, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. എന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്ന് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സക്സസ്ഫുൾ ആവുകയാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലും സക്സസ്ഫുൾ എന്ന് ഫാൻസ് പോലും അത് ചിലപ്പോൾ പറയാനായിട്ടൊരു സാധ്യത കുറവാണ്. അപ്പൊ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ നേരം നമ്മൾ ആലോചിക്കണം റൂബൻ അമോറിൻ ഓർ ഈ പറയുന്ന നമ്മുടെ ഡെസർബി വന്നാൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ടാക്ടിക്കലി വളരെ അസ്റ്റ്യൂട്ടാണ്. രണ്ടുപേരും ടാക്ടിക്കലി നല്ല രീതിയിലാണ്. നമ്മുടെ ഡെസർബിന്റെ ബോക്സ് 4 ഫോർമേഷൻ ആണ് പിന്നെ ഈ സീസണിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ടാക്ടിക്സും പ്ലെയർ അവൈലബിലിറ്റിയും പ്ലെയർ യൂട്ടിലൈസേഷനും മെക്കാലിസ്റ്റർ, ക്വൈസഡോ, കോൾവിൽ എന്നീ പറയുന്ന എല്ലാവരുടെയും പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസനീയം തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ സീസണിൽ അൺഫോർച്ചുനേറ്റ്ലി പ്ലേയേഴ്സ് ഒക്കെ പോവുകയും ഇഞ്ചുറീസും, എന്നാൽ തന്നെയും ചെൽസിനെക്കാളും നല്ല പെർഫോമൻസിലായിട്ട് മറ്റേ നമ്മുടെ ഡെസർബി ഇങ്ങനെ ഇരിക്കുകയാണ്. റൂബൻ അമോറിന് ഇതുപോലെ തന്നെ ബാക്ക് 3 സിസ്റ്റത്തിൽ വെച്ച് കളിച്ച് 3-4-2 ആണെന്ന് തോന്നുന്നു കളിച്ച് തന്റെ ടീമിനൊക്കെ ഒന്ന് സെറ്റപ്പ് ഒക്കെ എടുത്ത് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഹിസ് വിൻ പെർസെന്റേജ് ഇസ് വെരി വെരി ഹൈ. എല്ലാവരെയും മറ്റേ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് റൂബൻ അമോറിൻ. അപ്പൊ രണ്ടുപേരും ടാക്ടിക്കലി വളരെ അസ്റ്റ്യൂട്ട് ആണ്. എന്റെ ചോദ്യം എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് കമ്മിങ് ഓൺ ടു ക്ലബ്സ് ലൈക്ക് ചെൽസി, യുണൈറ്റഡ്, ലിവർപൂൾ, ആർസണൽ. ഇപ്പൊ ആർസണലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻ കേസ് ആർട്ടേറ്റ പോയി പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ ദ പ്രഷർ വിൽ ബി ഹ്യൂജ്. ഇൻ കേസ് ഞാനൊരു വൈൽഡ് എക്സാമ്പിൾ പറയാണ്, ഒന്നും വേണ്ട, സോറി അത് വിട്ടുകളാം, ആ എക്സാമ്പിൾ മായ്ച്ചു കളഞ്ഞു. ലിവർപൂളിൽ ഇനി വരാൻ പോകുന്ന കോച്ച് ഭയങ്കര പ്രഷറിലായിരിക്കും. കാരണം ക്ലോപ്പ് വന്ന സമയത്ത് ലിവർപൂൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പൊ അവർക്ക് പറഞ്ഞു ക്ലോപ്പ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ പുതിയ കോച്ച് വരുന്ന ഇനി അതുണ്ടാവില്ല, പ്രഷർ വിൽ ബി ഹൈ. ചെൽസിയിൽ വന്നു കഴിഞ്ഞാൽ ഡേ 1 മുതൽ പ്രഷറാണ്. നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പ്രഷറാണ്, എല്ലാ ടാക്ടിക്സിനും പ്രഷറാണ്. യു വിൽ ബി ക്രൂസിഫൈഡ്. ആൻഡ് അത് ഈ 2 കോച്ചുകളും ഈ ഒരു തലത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് ഒരു കുറ്റമല്ല, അത് ചെയ്യാത്തത് കൊണ്ട് ഇവരവിടെ വന്ന് ചെയ്യൂല എന്ന് നമ്മൾ പറയില്ല. പക്ഷെ ആ ഒരു എക്സ്പോഷർ ഇല്ലാത്തത് ഒരു പക്ഷേ ഇവർക്ക് 2 പേർക്കും ഒരു ചാലഞ്ച് ആവും. കാരണം ആ എക്സ്പോഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത കോച്ചുകളും ഉണ്ട്, അങ്ങനെ ഹാൻഡിൽ ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്. പറയുന്നത് ഷാവി ബാർസലോണയിൽ അത് ആ പ്രഷർ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ സീസണിൽ DM ഒന്നുമില്ല, ഇഞ്ചുറീസ്. 17 വയസ്സുകാരനെ ഒരു പ്ലെയറിനെയൊക്കെയാണ് സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഷാവി പ്രഷർ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്തിനു പറയണു, പെപ് ഗോർഡിയോള ബാർസലോണ ഏറ്റെടുത്തപ്പോൾ തന്നെ ഹി വാസ് വെരി ക്ലിയർ ഇൻ ടേംസ് ഓഫ് ഹാൻഡ്ലിംഗ് പ്രഷർ. അപ്പൊ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇല്ല എന്ന് നമുക്ക് എഴുതി പറയാൻ പറ്റില്ല. ബട്ട് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഹൗ വിൽ യു ഡു ഇറ്റ്, ഹൗ വിൽ യു ഹാൻഡിൽ ദോസ് പ്രഷർ? ആ പ്രഷർ വരുമ്പോൾ താൻ തന്റെ ടാക്ടിക്സും തന്റെ സ്ട്രാറ്റജിയും തന്റെ പ്ലെയർ സെലക്ഷനും മാറുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായി മാറും. അപ്പൊ അത് ഈ രണ്ട് കോച്ചുകളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണു എന്നനുസരിച്ചിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പെർഫോമൻസ്. പിന്നീട് വരുന്ന വേറൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയർ ക്വാളിറ്റി. ആൻഡ് താങ്ക്ഫുള്ളി ചെൽസിയുടെ പ്ലെയർ ക്വാളിറ്റിനെ കുറിച്ചൊരു സംശയമില്ല. ഇവിടെ ഒരു പക്ഷേ ഡെസർബിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കൈസെഡോ ആയാലും കോൾവിൽ ആയാലും മുഡ്രിക് ആയാലും ഇവരെ മൂന്നുപേരും അടുത്തറിയാവുന്ന ഒരു പ്ലെയർ, അടുത്തറിയാവുന്ന ഒരു കോച്ചാണ്. ഇൻഫാക്ട് കോൾവിലിനെ ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റൺ മേടിക്കാൻ വേണ്ടിയിട്ട് വളരെ പുഷ് ചെയ്തു. പക്ഷെ ചെൽസി വാസ് വെരി അഡമന്റ്. കാരണം ഡെസർബിക്ക് നല്ലോണം യൂസ് ചെയ്യാൻ അറിയാം. കൈസെഡോ വളരെ സ്ട്രോങ് ആയിട്ട് എന്താ പറയണേ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൈസെഡോ കഴിഞ്ഞ 2-3 കളികളായിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചെൽസിക്ക് വേണ്ടി. സോ പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്. മുഡ്രിക്കിനെ അൺലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ, ഒരു കോച്ചാണ് ഡെസർബി. അപ്പൊ പ്ലെയേഴ്സിന്റെ ആയിട്ടുള്ള ഒരു ബന്ധവും പിന്നെ കുറെ യങ്സ്റ്റേഴ്സിനെ മാനേജ് ചെയ്ത് പരിചയമുള്ള ഒരു അഡ്വാൻറ്റേജും ഉള്ള സ്ഥിതിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഡെസർബി ഹാസ് ആൻ അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല ഡെസർബിയെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് പ്രീമിയർ ലീഗ് ഒരു എക്സ്പോഷർ ഉണ്ട്. നൗ ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് ഫാക്ടർ, പക്ഷെ എന്നാലും ആ എക്സ്പോഷർ ഉള്ളത് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അറിയാം ഇവിടുത്തെ അന്തരീക്ഷം എന്താണ്, ഇവിടുത്തെ ഇന്റൻസിറ്റി എന്താണ്, സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെയാണ് പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഡെസർബിക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. ആമറിൻ നേരെ മറിച്ച് അത് വേറൊരു ചോദ്യമാണ്. പ്ലേയേഴ്സ് വന്നിട്ട് പ്ലേയേഴ്സ് ആയിട്ട് ജെല്ലാവണം, ആവാണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ആവണം, മൊത്തത്തിലൊരു പുതിയ എൻവയോൺമെന്റിലേക്ക് വരികയാണ്, പുതിയൊരു ലീഗിലേക്ക് വരികയാണ്, അതിന്റെ ഇന്റൻസിറ്റി വേറെയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ കുറച്ചും കൂടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു കോച്ച് എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഡെസർബി തന്നെയാണ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റനിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും പൊക്കി കൊടുത്തിട്ട് കോമഡിയാണ്. ബ്രൈറ്റനിൽ നിന്ന് എല്ലാവരും ബ്രൈറ്റൻ തന്നെ മേടിച്ചാൽ പോലെ എന്തിനീ കഷ്ടപ്പെടുന്നത് എന്നുള്ള സിറ്റുവേഷൻ. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, ബ്രൈറ്റന്റെ സ്ട്രാറ്റജി ആൻഡ് റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ ബ്രില്യന്റ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രൈറ്റനിൽ തന്നെ ആൾക്കാരെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവരുടെ ബിസിനസ് മോഡൽ ലുക്സ് വെരി സോളിഡ്. പിന്നെ ഈ സീസണിൽ 1-2 റിക്രൂട്ട്മെന്റ് അവർ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല. ബട്ട് എന്നാലും അവരുടെ മോഡൽ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. അപ്പൊ ചെൽസിയെ സംബന്ധിച്ച് വൈ നോട്ട് യൂസ് ദാറ്റ് സെയിം മോഡൽ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെൽസി പോയിട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് പണിയെടുക്കാൻ വയ്യ, മറ്റുള്ളവർ ചെയ്യുന്ന പണിയിൽ നിന്ന് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുക എന്നുള്ളത്. അവർക്കും ലാഭം, നമുക്കും ലാഭം. നമുക്ക് ലാഭമല്ല, അവർക്കും ലാഭം, നമുക്ക് ഗുണം. അവർക്ക് നല്ല പൈസ കിട്ടുന്നു, നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടണം. ബിക്കോസ് വി ആർ ചേസിങ് ഫോർ ട്രോഫീസ് ആൻഡ് ടൈറ്റിൽസ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ വരാൻ പോകുന്നത് ഫൈനലി ദ ട്രോഫീസ് ആൻഡ് ടൈറ്റിൽസ്. എത്രത്തോളം വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആഗ്രഹമുണ്ട് ഈ രണ്ട് കോച്ചുകൾക്കും ടൈറ്റിൽസും ട്രോഫീസും ഒക്കെ ചേസ് ചെയ്യാൻ. ചാമ്പ്യൻസ് ലീഗ് കളിക്കണം. പിന്നെ ഒരു സീസണിൽ വരുമ്പോൾ എളുപ്പമല്ല. പ്രീമിയർ ലീഗ് കളിക്കുന്ന പോലെയല്ല. പ്രീമിയർ ലീഗ്, FA കപ്പ്, കാർബാവോ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ടൈറ്റിൽ. നമുക്ക് പിന്നെ ചാമ്പ്യൻസ് ലീഗ് എന്നാൽ ഈ സീസണും ഇല്ല, ഇനി അടുത്ത സീസണും ഇല്ല, പ്രതീക്ഷ വേണ്ടല്ലോ. പക്ഷെ യൂറോപ്പിലേക്ക് എങ്ങാനും കയറിപ്പോയി കഴിഞ്ഞാൽ അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ആ പ്ലെയർ റൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലെയർ എക്സോഷൻ, പിന്നെ നമ്മുടെ ക്ലബ്ബിൽ വരുമ്പോൾ തന്നെ പ്ലെയേഴ്സ് ഇഞ്ചുറി, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ മാനേജ് ചെയ്യാനും പറ്റണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിൽ എനിക്ക് നോക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടുപേരും അറ്റ് ദ മൊമെന്റ് ഇസ് മെന്റലി റെഡി ആവാം. മേ ബി ഐ എം റോങ്. എനിക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു എക്സ്പെരിമെന്റിന് പോണേക്കാട്ടിലും ഭേദം. ആൻഡ് ഐ തിങ്ക് എൻ്റെ ഒരു മനസ്സിൽ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു പേരാണ്, വിത്തൗട്ട് എ ഡൗട്ട്, സിമിയോണി ഇൻസാഗി. ഐ മീൻ ഹീസ് ബീൻ ഡൂയിങ് ഇന്റർ മിലാനിൽ അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. എക്സ്പീരിയൻസ് ആണ്, ഹൈ പ്രഷർ എൻവയോൺമെന്റിൽ കളിച്ച് പരിചയമുള്ള ഒരു കോച്ച് ചെയ്ത് മനസ്സിലുള്ള ഒരു വ്യക്തിയാണ്. സോ വൈ നോട്ട്? ഐ മീൻ ഫോർ മീ ദാറ്റ് വിൽ ബി എ ബിഗ് ടിക്ക് മാർക്ക്. പക്ഷെ എന്നാലും നമുക്കൊട്ടും പറയാൻ പറ്റില്ല, കാരണം പ്രീമിയർ ലീഗിലേക്ക് വരണം, പ്ലേയേഴ്സ് അഡാപ്റ്റ് ആണ്. സോ എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ എവറിത്തിങ് ഇസ് സർക്കംസ്റ്റാൻഷ്യൽ. ബട്ട് നമ്മൾ കുറച്ചും കൂടെ ഫാക്ടേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത് എന്നെ സംബന്ധിച്ച് റൂബൻ അമോറിം, ഡെസർബി ആൻഡ് ദെൻ ഗോസ് ഇൻസാഗി. പിന്നെയുണ്ട് വേറെ കോച്ചുകളുടെ, പക്ഷെ അവൈലബിലിറ്റിയും വരവും ഒക്കെയാണ് കണക്ക്. So these are my thoughts. Do let me know guys your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelsea Karan.